ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ പോയിന്റേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പോയിന്റർ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ തന്നെയാണ്. അത് സ്റ്റോർ ചെയ്യുന്നത് വേറൊരു വേരിയബിളിന്റെ മെമ്മറി അഡ്രസ് ആയിരിക്കുമെന്ന് മാത്രം. അതായത് ഒരു ഡയറക്റ്റ് വാല്യൂ ഹോൾഡ് ചെയ്യുന്നതിന് പകരം ആ വാല്യൂ എവിടെയാണോ മെമ്മറിക്കകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ അഡ്രസ് ആയിരിക്കും പോയിന്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നത്. ഇനി ഒരു പോയിന്റർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിൻടാക്സും ഒരു എക്സാമ്പിളും കാണിച്ചിട്ടുണ്ട്. സിൻടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഡേറ്റ ടൈപ്പ് ഏതാണെന്ന് പറയും, ദെൻ സ്റ്റാർ ആ പോയിന്റർ നെയിം സെമിക്കോളൻ. ഓക്കെ, അതാണ് ഇവിടെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ഒരു ഇൻറ്റിജർ പോയിന്റർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻറ്റിജർ വാല്യൂ ഹോൾഡ് ചെയ്യുന്ന ഒരു വേരിയബിളിന്റെ അഡ്രസ് ആയിരിക്കും നമ്മൾ ഇതിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇൻറ്റ് സ്റ്റാർ പോയിന്റർ PTR എന്ന പേരിൽ നമ്മൾ ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു പോയിന്റർ എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു വേരിയബിൾ ഉണ്ട് var എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് അതൊരു ഇൻറ്റിജർ വേരിയബിൾ ആണ്. അതിനകത്ത് 10 എന്ന് പറയുന്ന ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 1000th ലൊക്കേഷനിലാണ് ഈ പറയുന്ന var എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ 10 എന്ന് പറഞ്ഞ അതിന്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിന്റർ ആണ് ഇനീഷ്യലൈസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ നമ്മുടെ വേരിയബിളിലെ വാല്യൂ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഇനി പോയിന്റർ ഇനീഷ്യലൈസ് ചെയ്യുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നേരത്തെ പോലെ തന്നെ പോയിന്റർ ഡിക്ലെയർ ചെയ്യുക. ഡിക്ലെയർ ചെയ്ത് വേണമെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റർ ഇസ് ഈക്വൽ ടു ആംപർസാൻഡ് വേരിയബിൾ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആ ലൈനിൽ തന്നെ ഇൻറ്റ് സ്റ്റാർ പോയിന്റർ ഇസ് ഈക്വൽ ടു ആംപർസാൻഡ് വേരിയബിൾ. നേരത്തെ നമ്മൾ അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ 10 എന്ന് പറയുന്ന വാല്യൂ ഒരു വേരിയബിളിനകത്തേക്ക്, ഇൻറ്റിജർ വേരിയബിളിനകത്തേക്ക്. അതിന്റെ അഡ്രസ്സ് എന്ത് ചെയ്യാണ്, നമ്മുടെ ഇൻറ്റിജർ പോയിന്ററിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. സോ ഒരു 5000 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് എൻ്റെ പോയിന്റർ മെമ്മറി ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 1000 ആയിരിക്കും. അതായത് ഈ var എന്ന് പറയുന്ന വേരിയബിളിന്റെ അഡ്രസ് ആയിരിക്കും ഈ പോയിന്റർ ഹോൾഡ് ചെയ്യുന്നത്, വിച്ച് ഈസ് 1000 ഇൻ ദിസ് കേസ്. നമ്മൾ ഒറ്റ ലൈനിലാണ് നമ്മുടെ പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നതും ഇനീഷ്യലൈസ് ചെയ്യുന്നതുമെങ്കിൽ നമുക്ക് ഈ ഒരു സെന്റൻസിനെ പോയിന്റർ ഡെഫിനിഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ജസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡീറെഫറൻസ് എ പോയിന്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ പോയിന്റർ എപ്പോഴും ഒരു മെമ്മറി അഡ്രസ് ആയിരിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതിനകത്ത് വാല്യൂ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ആസ്റ്ററിസ്ക് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈ സ്റ്റാർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എൻ്റെ മെയിനകത്ത് വേരിയബിൾ 10 വെച്ച് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റിജർ ആണ് അതിൻ്റെ ടൈപ്പ്. ഇനി ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻറ്റ് സ്റ്റാർ പോയിന്റർ ഈക്വൽ ടു ആംപർസാൻഡ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പോയിന്ററിനകത്ത് ഇപ്പോൾ വേരിയബിളിന്റെ അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഞാനിപ്പോൾ ഈ ഒരു പോയിന്റർ ഡയറക്റ്റ്ലി പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. 1000 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് എൻ്റെ വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിനകത്തുള്ള വാല്യൂ എന്ന് പറയുന്നത് 10 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആണ്. ദെൻ 5000 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് എൻ്റെ പോയിന്റർ സേവ് ചെയ്തിരിക്കുന്നത്. അത് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കാം 1000 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും, വിച്ച് ഈസ് ആംപർസാൻഡ് വേരിയബിൾ. അഡ്രസ് ഓപ്പറേറ്റർ ആണ് ആംപർസാൻഡ് എന്ന് പറയുന്നത്. അഡ്രസ് ഓഫ് വേരിയബിൾ വിൽ ബി സ്റ്റോർഡ് ഇൻ പോയിന്റർ. ഇനി ഞാൻ ഡയറക്റ്റ് ഇവിടെ %d പറഞ്ഞ് പോയിന്റർ പറയുകയാണെങ്കിൽ ഇവിടെ എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണുന്ന വാല്യൂ 1000 ആയിരിക്കും. ഈ പോയിന്ററിനകത്ത് എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് ദ അഡ്രസ് ഓഫ് ദി വേരിയബിൾ, ഓക്കെ, ഇൻറ്റിജർ വേരിയബിൾ, ആ വാല്യൂ ആയിരിക്കും പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് വേണ്ടത് എന്താണ്, ഈ 1000th ലൊക്കേഷനിൽ എന്ത് വേരിയബിൾ ആണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഞാൻ എന്ത് വാല്യൂ ആണോ അസൈൻ ചെയ്തിട്ടുള്ളത് ആ വാല്യൂ ആണ് എനിക്ക് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ പോയിന്റർ എന്നതിന് മുൻപ് ഞാൻ എൻ്റെ ഡീറെഫറൻസിങ് ഓപ്പറേറ്റർ ആഡ് ചെയ്ത് കൊടുത്താൽ ദെൻ ഇൻസ്റ്റെഡ് ഓഫ് 1000 I'll be getting the output 10, which is the value assigned to the variable var in the first step in this code. Okay, different types of pointers ഉണ്ട്. ജനറലി പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഇൻറ്റിജർ പോയിന്റർ,
ഇൻഡ് സ്റ്റാർ PTR പറഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്തത്, ആംപർസാൻഡ് ഓഫ് വേരിയബിൾ. ഈ var എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു ഇൻഡിജർ വാല്യൂ ആയിരുന്നു അല്ലെ. സിമിലർലി നമുക്ക് വേണമെങ്കിൽ അറേ പോയിന്റ് ലൈക്ക് എങ്ങനെ ചെയ്യാ വെച്ചാൽ ഇൻഡ് സ്റ്റാർ PTR ഇസ് ഈക്വൽ ടു ആംപർസാൻഡ് അറേ നെയിം പറയാ. എന്താ വെച്ചാൽ ഓക്കെ, അറേ നെയിം നേരത്തെ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് മാത്രം. ഈ അറേ എന്ന് പറയുന്നത് ഇൻറ്റിജർ അറേ ആവാം, ക്യാരക്ടർ അറേ ആവാം. ഓക്കെ, അത് ഡിപ്പെൻസ്. ഇപ്പൊ ക്യാരക്ടർ അറേ ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഇൻഡ് ക്യാർ കൊടുത്താൽ മതിയാവും. ഓക്കെ, ദെൻ സ്ട്രക്ചർ പോയിന്റർ ഉണ്ട്. അതായത് ഒരു സ്ട്രക്ചർ ടൈപ്പിനെയാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ സ്ട്രക്ചർ പോയിന്റർ അല്ലെങ്കിൽ പോയിന്റർ ടു സ്ട്രക്ചർ എന്ന് പറയാം. ഇതെങ്ങനെയാ നമ്മൾ കൊടുക്കുക വെച്ചാൽ സ്ട്രക്ചർ, അത് കഴിഞ്ഞാൽ സ്ട്രക്ചർ നെയിം സ്റ്റാർ പോയിന്റർ. ഓക്കെ, സിമിലർലി ഫംഗ്ഷൻ പോയിന്റേഴ്സ് ഉണ്ട്, ഡബിൾ പോയിന്റേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് കുറച്ച് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് പോയിന്റേഴ്സ് ആണ്. 4 സ്പെഷ്യൽ ടൈപ്സ് ഓഫ് പോയിന്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നൾ പോയിന്റർ ആണ്. നൾ പോയിന്റർ എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷനിലേക്കും പോയിന്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ജസ്റ്റ് ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പോയിന്ററിന് ഒരു നൾ വാല്യൂ അസൈൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ നൾ പോയിന്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, this is how we assign a pointer as null. ഓക്കെ, പോയിന്റർ ഒരു വാലിഡ് മെമ്മറി ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അത് നള്ളാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വാലിഡ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് ഒന്നും പോയിന്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഓക്കെ, ഇൻഡ് സ്റ്റാർ PTR ഈക്വൽ ടു നൾ. ഈ നൾ വാല്യൂ, ഈ നൾ പോയിന്റർ, ഈ വാല്യൂ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് പോയിന്ററിലേക്കും വേണമെങ്കിൽ അസൈൻ ചെയ്യാം. ഇതിപ്പോൾ ഇൻഡിജറിലേക്കാണ് നമ്മൾ നൾ വാല്യൂ അസൈൻ ചെയ്യുന്നത്, വേണമെങ്കിൽ നമുക്ക് ക്യാരക്ടർ പോയിന്ററിലോട്ടും നമുക്ക് ഈ നൾ വാല്യൂ അസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് വോയിഡ് പോയിന്റർ ആണ്. അതായത് പോയിന്റേഴ്സ് ഓഫ് ടൈപ്പ് വോയിഡ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് അസോസിയേറ്റഡ് ഡേറ്റ ടൈപ്പ് യാതൊന്നും ഇല്ല. ദേ ഡു നോട്ട് ഹാവ് എനി അസോസിയേറ്റഡ് ഡേറ്റ ടൈപ്പ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ജനറിക് പോയിന്റേഴ്സ് എന്നും വിളിക്കാം. ഏത് ടൈപ്പിലേക്ക് വേണമെങ്കിൽ പോയിന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഏത് ടൈപ്പിലോട്ട് വേണമെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യാനും നമുക്ക് ഈ വോയിഡ് പോയിന്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്പെഷ്യൽ ടൈപ്പ് പോയിന്റർ എന്ന് പറയുന്നത് വൈൽഡ് പോയിന്റേഴ്സ് ആണ്. വൈൽഡ് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് വെച്ചാൽ ഒരു വാല്യൂ അസൈൻ ചെയ്യാത്ത പോയിന്റേഴ്സ്. അത് നമുക്ക് കോഡിനകത്ത് ഇവൻച്വലി ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള കാരണമാവാം. എന്തെങ്കിലും ഡേറ്റ കറപ്ഷൻ വരാനോ അതുപോലെ തന്നെ കോഡ് ക്രാഷ് ആവാനോ ഒക്കെ സാധ്യതയുണ്ട്. ഇത് ഇങ്ങനെ ഒരു വാല്യൂ അസൈൻ ചെയ്യാത്ത പോയിന്റേഴ്സിനെയാണ് നമ്മൾ വൈൽഡ് പോയിന്റർ എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് ദ ഫോർത്ത് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ പോയിന്റർ വിച്ച് ഈസ് ഡാംഗ്ലിംഗ് പോയിന്റർ. ഒരു മെമ്മറി ലൊക്കേഷനിലോട്ട് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ അത് ഡിലീറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഫ്രീ ചെയ്യാണ് എങ്കിൽ അതിനെ നമുക്ക് ഡാംഗ്ലിംഗ് പോയിന്റർ എന്ന് വിളിക്കാം. നോക്കൂ കേട്ടോ, ഇവിടെ ഇൻഡ് സ്റ്റാർ പോയിന്റർ എന്ന് പറഞ്ഞിട്ട് ഇൻഡ് സ്റ്റാർ എംഅലോക്, ഡൈനാമിക്കലി മെമ്മറി അലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ നെയിമാണ് എംഅലോക് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ ഇവിടെ ഇൻഡ് സ്റ്റാർ എംഅലോക് സൈസ് ഓഫ് ഇൻഡ് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ പഠിക്കുമ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയി പഠിക്കാവേ. സോ ഞാനിവിടെ ഒരു ഇൻറ്റിജർ പോയിന്ററിന് വേണ്ടിയിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. വാതിലമർത്തിച്ച ആര്യോളോ, അടയ്ക്കണ്ട, അമർത്തിച്ച ആര്യോളോ. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്ന എക്സാമ്പിളിൽ നമ്മൾ ആ പോയിന്റർ ഫ്രീ ചെയ്തിരിക്കുകയാണ്, അതായത് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഫ്രീ ആക്കുക, ഫ്രീ ഓഫ് പോയിന്റർ, ഫ്രീ എന്ന് പറയുന്ന മെത്തേഡാണ് ഒരു പോയിന്റർ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ആഫ്റ്റർ ദിസ് ഫ്രീ കോൾ ഈ പോയിന്റർ ഒരു ഡാംഗ്ലിംഗ് പോയിന്റർ ആയിട്ട് മാറും. അതായത് അതുവഴി നമ്മുടെ പ്രോഗ്രാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഓൾസോ ഒരു എന്താ പറയുക, ദിസ് ആക്ട്സ് ആസ് എ സോഴ്സ് ഓഫ് ബഗ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സി പ്രോഗ്രാമിങ്ങിനകത്ത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഡാംഗ്ലിംഗ് പോയിന്റർ റിമൂവ് ചെയ്യുന്നുണ്ട്. അത് റിമൂവ് ചെയ്യുന്നതിന് ആ പോയിന്റർ നള്ളായിട്ട് അസൈൻ ചെയ്താൽ മതിയാകും. ഓക്കെ, പോയിന്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫർദർ പോയിന്റേഴ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ
മോക്ക് ടെസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. മോക്ക് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഡോക്യുമെൻ്റ് അടക്കം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം മാത്രമേ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. Signing off, your study partner. Click. Stay focused on what really matters to you.